അമേരിക്കയുടെ സമാധാന നിർദ്ദേശങ്ങൾ ഹിസ്ബുള്ള തള്ളിയതോടെ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭീതിയിലാണ്. പശ്ചിമേഷ്യയിലുള്ള പൗരന്മാരോട് ജാഗ്രത പാലിക്കാൻ അമേരിക്ക നിർദ്ദേശിച്ചു. ഡ്രോൺ ആക്രമണമുണ്ടായതായി റിപ്പോർട്ട് വന്ന മിന അൽ ഫഹൽ എണ്ണ കയറ്റുമതി കേന്ദ്രം സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നതായി ഒമാൻ അറിയിച്ചു. ലെബനോൺ ഇസ്രായേൽ പോരാട്ടം അവസാനിപ്പിക്കാൻ അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ സ്വീകാര്യമില്ലെന്ന് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചതോടെയാണ് യുദ്ധഭീതി വീണ്ടും ശക്തമാകുന്നത്. ലെബനോണിൽ പലയിടങ്ങളിലും ഇസ്രായേൽ ആക്രമണം നടത്തുകയും ചെയ്തു. മാത്രമല്ല, വൈകുന്നേരത്തോടെ ഹെസ്ബുള്ളയ്ക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും തെക്കൻ ലെബനോണിൽ നിന്നും ഇസ്രായേൽ പിന്മാറണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. ഇതോടെ മേഖലയിൽ ഇറാന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന സൂചന ബലപ്പെടുകയാണ്. ഇതിനിടെയാണ് പൗരന്മാരോട് ജാഗ്രത പാലിക്കാൻ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശിച്ചത്. പശ്ചിമേഷ്യയിലുള്ള പൗരന്മാർ അനാവശ്യമായി പുറത്തുപോകരുതെന്നും ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കണമെന്നുമാണ് അമേരിക്കയുടെ നിർദ്ദേശം. ഒമാൻ കടലിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ആക്രമിച്ചതായുള്ള ഇറാന്റെ അവകാശവാദം അമേരിക്ക തള്ളി. ഒമാനിലെ മിന അൽ ഫഹൽ എണ്ണ കയറ്റുമതി കേന്ദ്രത്തിൽ ഡ്രോൺ ആക്രമണമുണ്ടായെന്ന് UAE ഇംഗ്ലീഷ് മാധ്യമങ്ങൾ രാവിലെ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇക്കാര്യം ഒമാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എണ്ണ കയറ്റുമതി കേന്ദ്രം സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നതായും ഒമാൻ അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, ദുബായ്.